എല്ലാവർക്കും സച്ചൂസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ ഒമാനിലെ മസ്കറ്റിലെ അൽ ഷെയ്ഖ് ടൂറിസ്റ്റ് വാക്ക് വേ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നല്ല ഒരു ഗ്രീനറി ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. മരുഭൂമിയിൽ ഇങ്ങനെ ഗ്രീൻ ആയിട്ടുള്ളത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. വരും. നമസ്കാരം. ഞാൻ ഇന്നൊരു യാത്ര പോവാണ്. ഇതാണ് ഫ്രാൻസിസ്, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മകനാണ്. ഞാനും മോളും ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. നമ്മളങ്ങനെ യാത്ര തിരിച്ചു. റൂവിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. ഗൂഗിൾ മാപ്പ് 1 മണിക്കൂറാണ് കാണിക്കുന്നത്. അങ്ങനെ കാഴ്ചകൾ കണ്ട് നല്ല തെളിഞ്ഞ ആകാശവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ മസ്കറ്റ് ഏരിയയിലെല്ലാം ആ സിറ്റിയിലൊക്കെ നിറയെ മരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് പിടിപ്പിച്ച മരങ്ങളായിരുന്നു. എങ്ങോട്ട് പോകും തോറും മരങ്ങളൊക്കെ വളരെ കുറഞ്ഞ് ഈ ഒരു തരത്തിൽ കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. ഹജ്റാത്ത് അൽ ഷെയ്ഖ് ടൂറിസ്റ്റ് വാക്ക് വേ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മസ്കറ്റിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള സൗത്താൽ ബാത്തനയിൽ വാദി അൽ മാവൽ വിലായത്തിലുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് വാക്ക് വേ ആണ്. ഹുജറാത്ത് അൽ ഷെയ്ഖ് വില്ലേജിനെയും ബേത്തൽ കാഷ മ്യൂസിയത്തിനെയും ചേർക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഈന്തപ്പനത്തോട്ടത്തിൻ്റെയും നിറഞ്ഞൊഴുകുന്ന നീർച്ചാലിൻ്റെയും കളകളനാദം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ കുടുംബസമേതമോ അല്ലെങ്കിൽ കൂട്ടുകാരുമായോ ഒരു സായാഹ്നം അതിമനോഹരമാക്കി അടിച്ചു പൊളിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ. इधर क्या क्या है देखने के लिए? हाँ, ये डेट्स का फार्म है ना? खजूर और कुछ भी नहीं है अभी। ओ कुछ अभी नहीं. ഓക്കെ. तो पूरा गार्डन खजूर का ബംഗ്ലാദേശി ഒരു ജോലിക്കാരാണ്, വർക്കറാണ് ഇവിടെ. അയാളൊരു 17 വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുകയാണ്. ഇവിടെ അധികവും ഡേറ്റ്സിൻ്റെ ഫാമാണുള്ളത്. അതാണ് കൂടുതലും കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഇപ്പം ചൂട് ചെറുതായിട്ടുണ്ട്. സാധാരണ ഇപ്പം ഈ തണുപ്പ് സമയത്താണ് കൂടുതൽ ആൾക്കാർ വരുന്നത് കാണാനൊക്കെ ആയിട്ട്. ഇപ്പം ഡേറ്റ്സ് ഒക്കെ വന്ന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ സീസൺ ആയിട്ടില്ല. വേനൽ സമയത്താണ് ഡേറ്റ്സ് ഉണ്ടാവുന്നത്. ചൂട് കൂടുന്തോറും അത് പഴുത്ത് വരും. Hi. Hello. Hi. You're wearing traditional wear. Very nice. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ആ ആൾ വന്നത്. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് കാശ് ഇട്ടാൽ മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് എടുത്തിട്ട് കാശ് ഇതിലിടാം. പിന്നെ കാവ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് എടുത്ത് കാവ കുടിക്കാം. ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ വിളയുന്നവയാണ്. എന്ത് നല്ലൊരു വാക്ക് വേ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വേനൽ അല്ലാത്ത സമയങ്ങളിൽ വന്ന് നടക്കാനും ഫാമിലി ആയിട്ട് വന്ന് ഒരു സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. നമുക്ക് എനർജി ബിൽഡ് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഇങ്ങനെ നടക്കാം, ഇടയ്ക്ക് ഇരിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേ ഇതുണ്ട്. നമുക്ക് നല്ല സന്തോഷം കിട്ടും. നല്ല ഗ്രീനായിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് നാരങ്ങയാണ്. നാരങ്ങയുടെ മരം ഒത്തിരി ഉണ്ട്. സുന്ദരമായ കല്ലു പതിപ്പിച്ച ട്രഡീഷണൽ വാക്ക് വേ ആണിത്. ഒമാനിലുള്ള ഒരു ട്രഡീഷണൽ വില്ലേജാണിത്. പണ്ട് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരുന്ന ഒരു നിർമ്മിതിയായിരുന്നു. നഷ്ടപ്പെട്ടു പോയ ഇതിനെ അവർ പുനർനിർമ്മിച്ചു കൊണ്ടുവരികയാണ്. ഈ നീർച്ചാൽ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നുണ്ട്. ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായിട്ട് ഇവിടുത്തെ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഓട കെട്ടി വിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കഴിക്കാനായിട്ട് ഖജൂർ വെച്ചിട്ടുണ്ട്. പിന്നെ കാവ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഫ്രീ ആയിട്ട് എടുത്ത് കഴിക്കാം. നല്ല ഖജൂറാണ്. ഇവിടുത്തെ തോട്ടത്തിലുള്ളത് തന്നെയാണ്. നല്ലതാ, ഫ്രഷ്. വളരെ സിമ്പിൾ ആണെങ്കിലും നല്ല മനോഹരമായിട്ട് അവരിതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്ലേസ് എല്ലാം.
അച്ഛന് എന്ത് തോന്നുന്നു ഇവിടെ കണ്ടിട്ട്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. കാരണം ഇവിടെ ഈ ഒമാനിൽ വന്നിട്ട് ഇവരെല്ലാം ആക്ച്വലി മാൻമെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. കൃഷിയൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ പോലെ തന്നെ വളരുന്ന ഒരു ഇതല്ലല്ലോ. സോ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് തന്നെയാണെങ്കിലും പിന്നെ നമ്മൾ ഈ സിറ്റിയിലൊക്കെ താമസിച്ചിട്ട് ഈ ഗ്രാമപ്രദേശത്ത് കുറച്ച് ഉള്ളിലോട്ട് ഔട്ട്സ്കേർട്സിൽ വരുമ്പോഴത്തേക്കും ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ശരിക്കും നമുക്ക് വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ലൈക്ക് ഒരു വീക്കെൻഡ്സിലൊക്കെ നമുക്ക് ഈ വർക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പച്ചപ്പും അവര് കൃഷിയും ഇറിഗേഷൻസും ഒക്കെ അവര് ചെയ്യുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വൺ ടൈം വിസിറ്റ് ഓർ ലൈക്ക് ആൻഡ് ഓൾസോ ക്ലൈമറ്റ് ഇസ് ആക്ച്വലി വെരി ഗുഡ് റൈറ്റ് നൗ. കാരണം യൂഷ്വലി മസ്കറ്റില് നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് തണുപ്പ് വരുന്നത്. ആൻഡ് ഇപ്പോൾ വന്നിട്ട് ഫെബ്രുവരി ആണ്. ഈ ഒരു ടൈം ഒരു ടൂറിസ്റ്റ് ഇപ്പം റൂവിൽ തന്നെ വന്ന് നോക്കിയാൽ ഒരുപാട് ടൂറിസ്റ്റിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈം നല്ലൊരു പ്ലസന്റ് ക്ലൈമറ്റ് ആയതുകൊണ്ട്. സോ അതാണ് നമ്മൾ ഓക്കെ വി തോട്ട് ലൈക്ക് ഓക്കെ വിൽ ഗോ ദിസ് പ്ലേസ്. പക്ഷെ കണ്ടപ്പോഴത്തേക്ക് വെരി ഗുഡ്, ലൈക്ക് ഒരു ഫീൽ ഗുഡ്. നമ്മുടെ ഒരു നാട്ടിലൊക്കെ നമ്മളൊരു മഴയത്തൊക്കെ നിന്ന് ഒരു എന്താ പറയാ പാടത്തോടൊക്കെ നടക്കുമ്പോഴത്തേക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും പക്ഷെ നമുക്ക് അതേപോലെ ഒരു ഫീലിംഗ്. കുറച്ചുകൂടെയൊക്കെ കഴിയുകയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. സോ ഇപ്പൊ നല്ലൊരു കാം ആൻഡ് പ്ലസന്റ് ക്ലൈമറ്റ് ആണ് നമുക്ക് വന്ന് വിസിറ്റ് ചെയ്യാനാണെങ്കിലും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 3 o'clock ഒക്കെയാണ്. ബട്ട് സ്റ്റിൽ ക്ലൈമറ്റ് ഇസ് വെരി ഗുഡ്. സോ മസ്കറ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ സോ ഡു വിസിറ്റ് ദിസ് പ്ലേസ്. അച്ചു ഇതൊന്നും നോക്കൂ. ഇതിൽ ഡേറ്റ്സ് ഫസ്റ്റ് ഇതാ പൂത്ത് തുടങ്ങി, പൂവും വിരിഞ്ഞു നിൽക്കുന്നു. ഇതാണ് ഡേറ്റ്സിന്റെ പൂവും. ആദ്യമായിട്ട് വരുന്നതാണ്. അതിന്റെ കൂമ്പ് പൊട്ടി വരുന്നു. ഈ ഫസ്റ്റ് ആ കൂമ്പ് വന്ന് അതിന്റെ പൂ വരുന്നത് അത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാനത് തൊട്ടപ്പോഴത്തേക്ക് അത് ഒടിഞ്ഞു, എൻ്റെ കയ്യിലേക്ക് വന്നു. പിന്നെ ഞാനത് സ്വീകരിച്ചു. അപ്പൊ എല്ലാരും കണ്ടല്ലോ, ഇതാണ് ഡേറ്റ്സിന്റെ പൂ വിരിഞ്ഞ് നിൽക്കുകയാണ്. കമുവും പൂവൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈന്തപ്പനയുടെ പൂക്കുല. ഇങ്ങനെ ഫുഡ് ഐറ്റംസും അതിന്റെ ടീയുടേത്, പോപ്കോൺ, ഇങ്ങനെ ഓരോ സാധനത്തിനും എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് എത്രയാണ് പൈസ എന്നുള്ളതും വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ബോക്സിലേക്ക് ഇട്ടാൽ മതി. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സ്വന്തമായിട്ട് എടുക്കാം. ഇല്ല എങ്കിൽ ഈ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ക്യാഷ് ഗൂഗിൾ പേ പോലെ ചെയ്താൽ മതി. ഈ ഒരു സിസ്റ്റം ഒമാനിൽ വേറൊരിടത്തും കണ്ടിട്ടില്ല. എന്ത് നല്ല മനുഷ്യരാ. അത് എടുത്ത് കഴിച്ചതിന് പൈസ ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. താങ്ക് യു. എന്നാലും ഞങ്ങൾ അയച്ചു. സെൻഡ് മണി. നാരകം മുട്ടിട്ട് നിൽക്കണം. നാരകത്തിന്റെ പൂ. നിറയെ വാഴയും വാഴക്കുലകളും. ഈ ഒരു ഓപ്പൺ സ്നാക്സ് ബാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചോണ്ട് നിൽക്കുമ്പോൾ കുറേ കൂട്ടം ആൾക്കാർ വന്ന് അവരും അവിടെ പലതും തിരഞ്ഞെടുക്കുന്നുണ്ട്. ചായയും ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊരു വെള്ളപ്പൂ, നല്ല രസമുണ്ട്. ഇവിടെ നേരെ ഇങ്ങനെ അടർന്ന് പന്തലിച്ച് കിടക്കുന്നു. നമ്മുടെ നാട്ടിലെ പറമ്പിലൂടെ നടക്കുന്ന ഒരു പ്രതീതി. ഇവിടെ ഈന്തപ്പനകൾക്ക് പുറമെ ആനമുന്തിരി അല്ലെങ്കിൽ കസ്റ്റേർഡ് ആപ്പിൾ, പിന്നെ ഓറഞ്ചിൻ്റെ മരം, പിന്നെ നാരകവും കാണാൻ സാധിച്ചു. ഡിസംബർ ജാനുവരിയിലൊക്കെ ഇവിടെ വിളയുന്ന ഓറഞ്ച് നമുക്ക് ലഭിക്കുമെന്ന്. ഈ ഈന്തപ്പനയുടെ തടി കൊണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള ചെയറും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ കഴിക്കുന്നേ? ഇത് മാങ്ങ, പച്ചമാങ്ങ. അയ്യോ, കസ്റ്റേർഡ് ആപ്പിൾ. ഇവൻ ഭയങ്കര തമാശക്കാരനാണ്. ഇത് എന്താ മുന്തിരി എന്ന് പറയും? പച്ചമുന്തിരി.
അവിടെ വെച്ചിരുന്ന മുന്തിരിയിൽ നിന്നാണ് എടുത്തത്. അത് നല്ല മധുരമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു, നന്നായി പഴുത്തിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇവിടെ ഇരിക്കുമ്പം ഏതോ അരുവിയുടെ അടുത്തായിട്ട് ഇരിക്കുന്ന പോലെ തോന്നണം. അങ്ങനെ ഞങ്ങൾ ഡൈനിങ് ഏരിയയിൽ ഇരുന്നപ്പോൾ അവിടെ ഒരു ശ്രീലങ്കൻ ഫാമിലി ഉണ്ടായിരുന്നു. അവരുമായിട്ട് പരിചയപ്പെട്ടു. അവിടുത്തെ ചില കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അവർ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് വാദി കബീർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. അവർക്ക് ഈ സ്ഥലമെല്ലാം വളരെ ഇഷ്ടമായി എന്ന് അറിയിച്ചു. സമയം 5 ആകുന്നു. ആളുകളുടെ തിരക്ക് കൂടി വരുന്നുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊച്ചു കൊച്ചു ഫുഡ് സ്റ്റാളുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അവർ ഓരോ സാധനങ്ങൾ കുക്ക് ചെയ്യാനും മറ്റുമായിട്ട് തുടങ്ങുന്നുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു. പക്ഷേ ഭയങ്കര ഫീലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചു പുഴയുടെ അടുത്തിരിക്കുമ്പം ഉള്ള ഒരു ഫീലാണ്. ഇത് മാൻമെയ്ഡ് ആണെങ്കിലും ആ വെള്ളം പോണ സൗണ്ട്, ആ കളകള സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര. ഈ സൗണ്ട് കേട്ടും കൊണ്ട് ഇവിടെ ഇരിക്കുമ്പം നമുക്ക് നമ്മുടെ നാട്ടിലാണെന്ന് തോന്നിപ്പോകും. പങ്കുവെക്കാൻ എനിക്ക് പറ്റിയതിൽ വളരെയധികം സന്തോഷം. പ്രിയപ്പെട്ട ആന്റിയും അങ്കിളും റിലാക്സ് ചെയ്യുന്നു. എന്താ ഈ സ്ഥലത്തിനെ കുറിച്ച് കണ്ടിട്ട് എന്താണ് അഭിപ്രായം? നാട്ടിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസപ്പെട്ട ഒരു സ്ഥലമാണ്. ഭയങ്കര ഫ്രഷ് ഫ്രൂട്ട്സും നല്ല മരങ്ങളും. നാടെന്ന് വെച്ചാൽ നമ്മുടെ മസ്കറ്റ് അല്ല, നമ്മുടെ നാട്ടിലത്തെ നാട്, നമ്മുടെ മലയാളം നാട് വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ചും കൂടിയും ആൾക്കാരുടെ ഒരു ഇത് വെച്ച് കുറച്ച് അഴുക്കും ഇതൊക്കെയാണ്. ഇവിടെ അഴുക്കൊന്നുമില്ല. ഭയങ്കര വൃത്തിയിലാണ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു ഏരിയ. എല്ലാവർക്കും കൂടുതൽ സമാധാനവും ഇതാണ് എല്ലാവർക്കും. അല്ലെങ്കിലും ഒമാൻ പൊതുവെ സമാധാനമായ ഒരു സ്ഥലമാണ്. ശരിക്കും ട്രൂലി യെസ്. ഇവിടുത്തെ ആൾക്കാരും അങ്ങനെയാണ്. പോപ്പുലേഷന്റെ കുറവുകൊണ്ടായിരിക്കാം, റെസ്പെക്ട് ഉണ്ട്. ഞങ്ങളെ ഇന്ത്യൻസ് ആരുടെ കൂടെ ആയാലും ഒരു റെസ്പെക്ട് ഉണ്ട്. തീർച്ചയായും. അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ചക്കയുടെ ഫോട്ടോ ഉണ്ട്. എന്ന് വെച്ചാൽ ചക്ക ഉണ്ടെന്നായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഫുൾ അറബിയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്ലാവ് നിൽക്കണു, നല്ല പ്ലാവ് നിൽക്കണം. അപ്പൊ അങ്ങോട്ട് അതിന്റെ തോട്ടം ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം. ഹലോ, ഹൗ ആർ യു? What's your name? Your name? سعيد Sail. اي سعيد Malik. No, كنا كنا Kanna. كنا You? احمد Ahmed. Very good. Thank you. This is mosque? ايوه ماسك بريك Oh, this Choose. احمد and this محمد and miss احمد me احمد and this man oh, good. no this احمد Ahmed. محمد احمد Where are you going? Where are you going? حق الفوق ഏകദേശം ഈ വാക്ക് വേ ഒരു 1.5-2 കിലോമീറ്ററിനുള്ളിലുണ്ടാവും. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ഒരു ദൂരെ മഴയായി പിന്നെ. സ്വരം നന്നല്ലെങ്കിലും ഒരു കൊച്ചു കവിതയൊക്കെ പാടി ഞങ്ങൾ ഏകദേശം അതിൻ്റെ അവസാനം എത്താറായി തോന്നും. കോട്ട, ഇവിടെ ഒരു പഴയ കോട്ട കാണാം. കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഇതാ പണ്ടുണ്ടായിരുന്ന വില്ലേജിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ്. അതിലുള്ള കോട്ടയാണ്. ചെളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കോട്ടകളാണ്. കോട്ടയും അങ്ങനെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവയെല്ലാം. പണ്ടത്തെ യുദ്ധത്തിന്റെ പീരികയാണെന്ന് തോന്നുന്നു. എന്തോ ഒരു വെയിറ്റാ, അനങ്ങുന്നില്ല, ഇരുമ്പാണ്.
അമ്മേ ഫിക്സ് എനക്ക് പക്ഷെ ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ഇത് ഇരുമ്പാണ് എല്ലാം. ഉരുണ്ട് പോവും, പക്ഷെ ഉരുളാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തട വെച്ചിട്ടുണ്ട്. ഒരു ഇടിഞ്ഞു പൊടിഞ്ഞ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. അവയെല്ലാം കണ്ടാലറിയാം നല്ല ചെളിമണ്ണ് കുഴച്ചാണ് അവ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കല്ലൊന്നും ചേർത്തിട്ടില്ല. പൊടി പൊടി കല്ല് ഉണ്ട്, അതാ ചെളിമണ്ണിൽ ഉണ്ടാകുന്ന കല്ല് തന്നെ. ആ മൺതിട്ട കണ്ടപ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലുള്ള കശാല അല്ലെങ്കിൽ കയ്യാല എന്ന് പറയുന്നത് ഓർമ്മ വരുന്നു. കുറേ പുളിമരമുണ്ട് ഇവിടെ. ഒരു 2 കിലോമീറ്റർ ഉണ്ടാവില്ലേ? പുളി പിടിച്ചു തുടങ്ങുന്നുണ്ട്, നിറയെ പുളി കിടക്കുന്നു, പക്ഷെ വളരെ ചെറുതാ. എന്തോ ഉണ്ടാക്കിയ ഒരു കോട്ടയാണ്, നിറയെ ചെളിയാണ്. ചെളി കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു അധികവും, കല്ലൊന്നുമില്ല. ഇവിടെ എന്തോ ഒരു കോട്ടയും അങ്ങനെ കോട്ട മതിലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ കാണാം. വലിയ പുളിമരം, ബാർബിക്യൂ നടക്കുന്നുണ്ട് ഇവിടെ. എന്താ വെള്ളത്തിന്റെ സൗണ്ടും നമ്മളെ സ്റ്റീക്കിന്റെ മണവും ചിക്കൻ ബാർബിക്യൂന്റെ മണവും ഈ പഴയ ഇടിഞ്ഞു പൊഴിഞ്ഞ കോട്ടയും നമ്മളെ പുളിമരവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്വയം ഉണ്ടാക്കി അവരെല്ലാവരും കൂടെ കഴിക്കുന്നതാണ്. ഇതിലെ കുട്ടികളൊക്കെ വന്ന് കളിക്കുന്നുണ്ട് വെള്ളത്തില്. ഇവിടെ എന്തോ ഒരു റെസ്റ്റോറൻറ്റ് പണിയാണ്. അപ്പം താമസിക്കാതെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് എന്തോ പ്രതീക്ഷിക്കാം. ഒമാനിസ് അതിൻ്റെ പണിപ്പുരയിലാണ്. ഇത് കുട്ടികൾ കുളിക്കുന്നുണ്ടോ? നല്ല രസമുണ്ട്. ആ ഒഴുക്ക് വെള്ളത്തില് അവൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. What is it? Ice cream. Ice cream? ടൈമായി 5 മണിയായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് നിറയെ ആൾക്കാർ വരുന്നത്. നമ്മളത് വന്ന സമയത്തുള്ളതിനെയും കാട്ടി ഈ ഒരു ഈവനിങ് ടൈം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിറയെ ആൾക്കാർ വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നടക്കാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാൻ വരാം. നല്ല കാഴ്ചകൾ കണ്ട് ഈ പച്ചപ്പൊക്കെ കണ്ട് നമുക്ക് നടന്നിങ്ങനെ വരാം. നല്ല കാഴ്ചയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ ഗ്രാമവീഥികളിലൂടെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഫീലുണ്ട്. പിന്നെ ഈ വഴിയുടെ ഓരത്ത് തന്നെ നമ്മുടെ നാട്ടിൽ കാണില്ലേ, പുഴ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അരുവി ഉണ്ടാവും. അതുപോലെ ഇത് മാൻമെയ്ഡാണ് എങ്കിലും ആ ഒരു അരുവിയും കൂടെ അടുത്തുണ്ട്. അതിൻ്റെ സൗണ്ടും കേട്ട് ഇപ്പുറത്തെ സൈഡിലെല്ലാം നിറയെ പച്ച. അതും നമ്മളെ തെങ്ങിന് പകരം ഇവിടെ ഉള്ളതെല്ലാം ഈ ഇന്തപ്പന എന്നുള്ളതാണ്. അതൊക്കെ കണ്ട് നമുക്ക് എങ്ങനെ നടക്കാം. കാഴ്ച കണ്ട് നല്ലൊരു നടത്തിയാവും. പക്ഷെ ചൂട് തുടങ്ങിയാൽ പറ്റില്ല. ചൂടിന് മുമ്പുള്ള സമയത്ത് കാണാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. മസ്കറ്റിലുള്ള എല്ലാവർക്കുമായിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫെബ്രുവരി മാർച്ച് മിഡിലോടുകൂടി ഇവിടെ എല്ലാം വന്ന് ഇതെല്ലാം ആസ്വദിക്കാനായിട്ട് കണ്ടിട്ടില്ലാത്തവർ വന്ന് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. 5 മാസം മുന്നേ ഞാനൊന്ന് വീഴ്ന്നിട്ടുണ്ടായിരുന്നു, കാല് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അപ്പോൾ ഇത്രയും ദൂരം നടന്നപ്പോഴത്തേക്ക് എനിക്ക് കാലിന് നല്ല വേദന വെച്ചു. ആ വേദന കൊണ്ട് നടക്കുകയാണ്. കുറച്ചുകൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഏകദേശം അതിൻ്റെ എൻഡ് വരെ പോയിട്ട് തിരിച്ചു വരുവാണ്. ഹലോ കുട്ടികൾ മാത്രം അവർ ഗ്യാങ്ങായിട്ട് ചെറുതും വലുതും അങ്ങനെയുള്ള കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടുത്തുള്ളതായിരിക്കാം. ഫ്രണ്ട്സായിട്ട് ഒരു 5 പേര് 4 പേര് അങ്ങനെയായിട്ട് വരുന്നുണ്ട്. അപ്പം അവർക്കും ഇങ്ങനെ ഓടി കളിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. 2 കുട്ടികൾ വീണ്ടും വരുന്നുണ്ട്. നടന്ന് വീണ്ടും തിരിച്ച് നമ്മൾ ആ കഫറ്റീരിയ ഏരിയയിൽ വന്നു. മച്ചി ഒമാൻ്റെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസുമായിട്ട് 2 പേര് വന്നിരിക്കുന്നു. എന്താന്ന് സാധനമൊന്നും അറിയില്ല. ഇലയിൽ പൊതിഞ്ഞ് ഇതെങ്ങനെ അകത്ത് റൈസ് എന്നാ പറയുന്നത്, അറിയില്ല. കഴിച്ചു നോക്കട്ടെ. നല്ല പുളിയാ. പുളിയില ഞാൻ തോന്നുന്നു, പുളിയിൽ അരച്ചു വെച്ചേക്കുക. റൈസാണോ വീറ്റാണോ എന്നറിയില്ല കേട്ടോ. വീറ്റ് എന്നാ തോന്നുന്നത്.
അത്ര പുളിപ്പാ. പുളിച്ചിങ്ങനെ കണ്ണീന്ന് വെള്ളം വന്നിരിക്കുമ്പോ നിങ്ങളും കൂടി ആ പുളി അനുഭവിക്കാൻ വേണ്ടി. ഭയങ്കര പുളിയാ. അതായത് ഖജൂറും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സോസാണ്. രുചിയുണ്ട്, പക്ഷെ എന്നാലും രുചിയുണ്ട്, പക്ഷെ ഇല്ല. എന്നാലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇവരുടെ ഫുഡ്. നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. എന്തായാലും നമ്മൾ ഫുഡിന്റെ ആൾക്കാരല്ലേ, അപ്പൊ അതൊക്കെ നോക്കണമല്ലോ. അതുകൊണ്ട് നോക്കിയതാ. ഇനി വേറെ എന്താ കൂടെ ഉണ്ട്, പിന്നെ അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഇല്ല. ചിക്കൻ സ്റ്റീക്കാണ്. ചിക്കൻ സ്റ്റീക്കും വാങ്ങിച്ചതാ നിൽക്കുന്നു. അടിപൊളി, സൂപ്പർ സാധനം. ഇതാണ് സാധനം. കഴിച്ചോ. ടെൻഡർ മീറ്റ്. സമയം 5 കഴിഞ്ഞു. വീതിയിൽ നല്ല തിരക്കേറി. കൂടുതലും ഒമാനീസ് ആയിരുന്നു. ഇന്ത്യക്കാരുണ്ടായിരുന്നു, അതിൽ മലയാളികളായിരുന്നു കൂടുതലും. ഞങ്ങൾ ചെറിയ ചെറിയ ചൂട് സ്നാക്സൊക്കെ അങ്ങനെ കഴിച്ച് ചെറിയ ചായയും ഒക്കെ കുടിച്ച് അവിടെ ഇരുന്നു. വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് വഴിയോര ഭക്ഷണവും രുചിച്ച് ഒത്തിരി പേര് പോണതും വരണതും. പക്ഷേ ഞങ്ങളുടെ സീറ്റ് ആർക്കും വിട്ടുകൊടുത്തില്ല. അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു നടന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. വീതിയിലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഫുള്ളും ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സന്ധ്യ മയങ്ങിയാലും ഇരുട്ടായാലും ഒക്കെ നിറയെ ലൈറ്റ് ഉണ്ടാവും. കുറച്ച് കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് സ്നാക്സൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ച് വയ്ക്കുവാണ്. നിങ്ങൾ വരുന്നുവെങ്കിൽ ഒരു 3:30 മണിക്ക് ഇവിടെ എത്താൻ ശ്രമിക്കണം. ആ സമയത്ത് നടന്ന് എല്ലാം കണ്ട് 6 മണി 6:30ക്ക് തിരിച്ചിറങ്ങാം. അപ്പോൾ നമുക്ക് നല്ല സമയവും ഫോട്ടോ എടുക്കാനും അത്യാവശ്യത്തിന് വെളിച്ചവും എല്ലാം ഉണ്ടാവും. കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ഒരു ചെറിയ കോട്ട ഭാഗം കണ്ടു, വളരെ പൊക്കമില്ലാത്ത. അവിടെ നമ്മൾ കയറി ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ നിന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കോട്ടയുടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ വാക്ക് വേയുടെ സ്റ്റാർട്ടിങ് കാണാം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങി. അപ്പോൾ സൂര്യൻ മലകളെന്ന യവനികയ്ക്കുള്ളിലേക്ക് അണയുന്നു. സന്ധ്യ അണിഞ്ഞൊരുങ്ങി രാവിനായി. അവിടെ നിന്ന് കുറച്ചപ്പുറത്തായിട്ട് ഒരു കോട്ടയും കുറച്ചും കാണാൻ സാധിച്ചു. അങ്ങോട്ട് ഞങ്ങൾ നടന്നു. അവിടെ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും വിചാരിച്ച് നടന്നതാണ്, പക്ഷേ അത് അവിടെ നിന്ന് പിന്നെയും കുറച്ചുണ്ട്. ഇതൊരു മോസ്കായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം ഒന്ന് നോക്കി കണ്ടു. അവിടെ ഒരു റീഡിംഗ് റൂം, ഇതൊരു റീഡിംഗ് റൂമായിട്ടാണ് തോന്നിയത്. കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ അകത്തൂടെ മേളിൽ പോകുന്നത് അവിടെ ഒരു മോസ്കാണ്. ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് കാർ പാർക്കിംഗ് ഏരിയയിൽ വന്നു. അത് വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെയുണ്ട്. ഒത്തിരി വണ്ടികൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇന്നത്തെ ഔട്ടിംഗ് സന്തോഷപ്രദമായിരുന്നു. കൂടാതെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കുറേ കാഴ്ചകളും. ഹജ്റാത്ത് അൽ ഷെയ്ഖ് ടൂറിസ്റ്റ് വാക്ക്വേക്കും വന്നണയുന്ന ഈ രാവിനും വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു.